ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സംഘിക്കുട്ടനെ കുറിച്ചാണ്. നമ്മളെ ഏഷ്യാനെറ്റ് ചാനലിൽ കുറച്ചു കാലമായിട്ട് കോളേജിൽ പോയിട്ട് കോളേജ് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആദ്യ കാലങ്ങളിൽ ആ പരിപാടിക്ക് ഏഷ്യാനെറ്റ് പോകുമ്പോഴെല്ലാം ആ കോളേജിലുള്ള കുട്ടികൾ എല്ലാം BJPക്ക് എതിരെയായിരുന്നു. BJPനെ എടുത്തിട്ട് അലക്കലായിരുന്നു. അതായത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരിക്കലും കേരളം ഭരിക്കാനും പാടില്ല, കേരളത്തിൽ ഉണ്ടാകാനേ പാടില്ല എന്നായിരുന്നു ആ കോളേജ് വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞത്. അത് പക്ഷേ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയില്ലേ, ഏഷ്യാനെറ്റിന്റെയും BJPന്റെയും മുതലാളി മൂപ്പർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ സങ്കടത്തിന് കാരണം എന്താ അറിയാ? സംഘികൾ കുത്തിയിരുന്നിട്ട് ഏഷ്യാനെറ്റിനെയും അതിന്റെ മുതലാളിയായ ചന്ദ്രശേഖരനെയും ഇരുന്ന് തെറിവിളിയായിരുന്നു. അങ്ങനെ എന്താക്കി ഏഷ്യാനെറ്റ് പുതിയ ഐഡിയ ആക്കി. പഴയ ഐഡിയ മാറ്റിട്ട് പുതിയ ഐഡിയ ആക്കി. പുതിയ ഐഡിയ എന്താണെന്നറിയാം? ഇവർ പോകുന്ന ഓരോ കോളേജിലും ഇവർ 2-3 സംഘി കുട്ടികളെ തയ്യാറായിട്ട് വെക്കും. അതായത് സംഘപരിവാറിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് സംഘപരിവാറിനെ പൊക്കി പറയുന്ന കാര്യങ്ങൾ മനഃപ്പാടമാക്കിയിട്ട് 2-3 കുട്ടികളെ കൊണ്ട് ഏഷ്യാനെറ്റിൽ അങ്ങ് പറയിപ്പിക്കും. എന്നിട്ട് ഏഷ്യാനെറ്റ് എന്താക്കും? ആ സംഭവം മാത്രം, ഈ സംഘികൾ BJPനെ പൊക്കി പറഞ്ഞത് മാത്രം സംപ്രേഷണം ചെയ്യൂ. ഇന്നലെ അങ്ങനെ ഒരു കോളേജിൽ നമ്മൾ ഏഷ്യാനെറ്റ് പോയപ്പം അവിടെ ഉണ്ടായിരുന്നത് സംഘിക്കുട്ടം പറഞ്ഞ കുറെ പൊട്ടത്തരങ്ങളും കുറെ വിഡിത്തരങ്ങളും ഉണ്ട്. നമുക്കെന്തെല്ലാം സംഘിക്കുട്ടം പറഞ്ഞ മനോഹരമായ പൊട്ടത്തരങ്ങളും വിഡിത്തരങ്ങളും കേട്ടിട്ട് വന്നാലോ? വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ടേം ഇപ്പോഴാണ് സജീവ ചർച്ചയിലേക്ക് വരുന്നത്. അതിനെപ്പറ്റി എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന ഈ സൊസൈറ്റിയിൽ വളരെയധികം പഠിച്ച അറിവുള്ള ആ ഒരു സ്ഥാനത്തിരിക്കുന്നവർ തന്നെ ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മളൊരു പ്രതിസന്ധിയിലെത്തുകയാണ്. നമുക്ക് എന്തും കുംഭസാരം പോലെ പറയാൻ നമ്മുടെ ജീവൻ രക്ഷിക്കാനിരിക്കുന്ന ഒരു ഡോക്ടർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. വളരെ വളരെ ഭയാനകരമാണത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ നമുക്ക് വിശ്വസിക്കണമെന്ന് പറയാൻ കഴിയത്തില്ല. നമ്മൾ പോയിരിക്കുന്ന ഒരു ഡോക്ടർ ഒരുപക്ഷെ നമുക്ക് എഴുതിത്തരുന്ന മരുന്ന് നമ്മളെ കൊല്ലാനുള്ള മരുന്നായിരിക്കും. ഒരുപക്ഷെ നമുക്ക് എഴുതിത്തരുന്ന മരുന്ന് നമ്മുടെ ആ സമൂഹത്തിലുള്ളവരെ നശിപ്പിക്കാനുള്ള മരുന്നായിരിക്കും. സത്യം മോനെ, നിന്റെ തലയിലുള്ള ചാണകം നിറഞ്ഞ വർഗീയത അതുണ്ടല്ല ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാനുള്ള സാധനാട്ടാ. കുറച്ച് ഡോക്ടർമാർ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചിട്ട് നീ ഈ ലോകത്തുള്ള ഈ ഇന്ത്യയിലുള്ള എല്ലാ ഡോക്ടർമാരെയും സംശയത്തിന്റെ മുന്നിലാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രൈവർ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എല്ലാ ജനങ്ങളും ഓരോ വാഹനത്തിൽ കയറുമ്പോൾ ആ വാഹനത്തിന്റെ ഡ്രൈവറെ ഒരുപാടങ്ങ് സംശയിക്കേണ്ടി വരുമല്ല എന്റെ സംഘിക്കുട്ട. അതായത് ഒരു ഡ്രൈവർ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ലോകത്തുള്ള എല്ലാ ഡ്രൈവർമാരും അതുപോലെ ആണെന്നാണോ പറയുന്നത് എന്റെ സംഘിപ്പൊട്ട? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞില്ല അതൊരു സമൂഹത്തിന്റെ മേലെ മൊത്തം അടച്ചേൽപ്പിക്കാൻ വേണ്ടിട്ട് സംഘികളെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വേറെ ആരുള്ളൂ. നമുക്ക് ഈ സംഘിക്കുട്ടൻ അടുത്തതായിട്ട് എന്ത് പൊട്ടത്തരാ പറയുന്നത് കേട്ടിട്ട് വന്നാലോ? ഞാൻ ശരിക്കും ഈ ന്യൂസ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യക്കോ ഡൽഹിക്കോ പുതുതായി ഒന്നുമല്ല. 14 വർഷം മുമ്പ് വരെ ഡൽഹി കോൺസ്റ്റന്റ്ലി ടെററിസം അറ്റാക്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വൈറ്റ് കോളർ ടെററിസം, നമ്മൾ സമൂഹത്തിൽ ഉന്നതയിൽ നമ്മൾ ഹെൽപ്പിനായി ചെല്ലുന്ന ഇവർ ഈ ചെയ്തത് എന്നിൽ ആശങ്ക വളരെ അധികമായിട്ട് തന്നു. ഇറ്റ് വാസ് റിയലി ടെറിഫൈങ്. ഇതിപ്പോ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരാളല്ല, അതിന്റെ ബിഹൈൻഡ് ഒരുപാട് ആളുകളുണ്ട്. ആ സംഘിക്കുട്ടന അവതാരക സംഖ്യയുണ്ടല്ല, ആ സംഖ്യനെ ഒന്നും കൂടി കത്തിക്കുന്നു. കുറെ ഡോക്ടർമാർ, ഇന്ത്യയിലെ കുറെ ഡോക്ടർമാർ അതിന്റെ പിന്നിലുണ്ടെന്നാണ് ആ സംഘിണി പറയുന്നത്. എന്റെ അവതാരിക സംഘിണി, നിങ്ങളെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ എത്രമാത്രം നാറികളുണ്ട്. അത് വിചാരിച്ചിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും നാറികളാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടാ? ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം എല്ലാ മാധ്യമ പ്രവർത്തകരെയും കാണുമ്പോ ആ സംശയത്തിന്റെ നേരിലാണോ നോക്കുന്നത്? അല്ലല്ലോ. ഇപ്പോഴും മനുഷ്യന്മാർക്ക് സത്യം അറിയാൻ വേണ്ടി അവരാദ്യം നോക്കുന്നത് മാധ്യമ വാർത്തകൾ തന്നെയാണ് എന്റെ സംഘിണിയെ. നിങ്ങളെപ്പോലത്തെ കുറച്ച് വ്യാജ മാധ്യമ പ്രവർത്തകർ അത് ഉണ്ട് വെച്ചിട്ട് എല്ലാവരും ഒന്നും നമ്മൾ അതിൽ കണക്കൂട്ടുന്നില്ല കേട്ടാ. അതുകൊണ്ട് ആ വിവരമില്ലാത്ത സംഘിക്കൂട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ അതിലും വിവരം കെട്ട ഒരു സംഘിണി ആകല്ലട്ടോ അവതാരക. നമുക്ക് സംഘിക്കൂട്ടന്റെ അടുത്ത പൊട്ടത്തരം കേൾക്കാം. ഇതെങ്ങനെയോ ഇപ്പം റെഡ് ഫോർട്ടിന്റെ അവിടെ വെച്ച് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല, അതിന് പിറകിൽ വേറെ എന്തൊക്കെയോ വലിയ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെയായി മാറിയത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ആക്രമണ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അത് എത്തിയിരുന്നെങ്കിൽ വലിയൊരു എത്തിയത്. കാരണം നമ്മൾ ഇത് ട്രേസ് ചെയ്ത് നേരെ പോയി ശ്രീനഗറിൽ അറൌണ്ട് 2000 kgs ഓഫ് എക്സ്പ്ലോസീവ് കണ്ടുപിടിച്ചു, പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഒരു വൈറ്റ് കോളർ ടെററിസം. നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴാണ് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു ലിങ്ക് നമ്മൾ നോക്കിയപ്പോൾ കാണാം പല സ്ഥലങ്ങളിലേക്കും പല മേജർ അസോസിയേഷനിൽ ഉൾപ്പെടുന്നു. അതെ, നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയി നിന്നത് അങ്ങ് ബോർഡർ തൊട്ട് UP തൊട്ട് ഇപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് തന്നെ വരികയാണ്. ഒരു വളരെ വലിയ കണക്റ്റഡ് സിസ്റ്റമാണ്. ഇത് വളരെ ഡേഞ്ചറസുമാണ്. ഈ സംഘിക്കുട്ടനി ആ വൈറ്റ് കോളർ ടെററിസ്റ്റിനെ സൗത്ത് ഇന്ത്യയിൽ എത്തിച്ചപ്പോ, ഏകദേശം കേരളത്തിൽ എത്തിച്ചപ്പോ സമാധാനമായി കേട്ടോ. ആ ടെററിസ്റ്റിനെ കേരളത്തിൽ എത്തിച്ചാൽ മാത്രമേ ഇവനും ഇവന്റെ സംഖ്യക്ക് സമാധാനമാകൂ. എന്റെ സംഘിക്കുട്ട, നിന്നോട് കാര്യം ഞാൻ പറട്ടെ, ഈ വൈറ്റ് കോളർ ടെററിസം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നല്ല, അത് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെയാണ്. അതിൽ ആദ്യത്തെ പ്രതികൾ ആരൊക്കെയാണെന്ന് അറിയാം? പ്രവീൺ തൊഗാഡിയയും മായ കൊട്നാനിയുമാണ്, 2 സംഘികൾ.
മായാക്കൊട്ടാനി ഒരു ഡോക്ടറായിരുന്നു. അവർ ഗുജറാത്ത് കലാപത്തിലെ പ്രതിയാണ്, BJPയുടെ നേതാവാണ്. പിന്നെ പ്രവീൺ തൊഗാഡിയ മൂപ്പറും വലിയൊരു ഡോക്ടറായിരുന്നു. പിന്നെ മൂപ്പർ ചെയ്ത കുറ്റം പറയാന്ന് വെച്ചിട്ടുണ്ടല്ല, ഒരു 10 മണിക്കൂർ വീഡിയോ ആയി പോയത്. അതുകൊണ്ട് പ്രവീൺ തൊഗാഡിയും ഈ മായാക്കൊട്ടാനിയിലുണ്ടല്ല, ഇവരെല്ലാം വലിയ സംഘികളുമാണ്, വലിയ വൈറ്റ് കോളർ ടെററിസ്റ്റുമാണ്. ഇതൊക്കെ അറിയണമെന്നുണ്ടല്ല എന്റെ സംഘിക്കുട്ട, വിവരം വേണം. പിന്നെ ഈ ഒരു സംഖ്യ ആയതുകൊണ്ട്, നിന്റെ തലയിൽ ചാണകമായതുകൊണ്ട് നിന്നിൽ നിന്നും ഒരു വിവരവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് സംഘിക്കുട്ടന്റെ അടുത്ത തള്ളല് കേൾക്കാം. നമ്മൾ വളർന്നു വരുന്ന തലമുറ ഇതിനെപ്പറ്റി നല്ലോണം അവെയർ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഈ ആണവായുധങ്ങൾ ഈ ഇതുപോലുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ശരിക്കും വലിയൊരു ത്രെട്ടനിങ് കൂടിയല്ലേ നമുക്ക്? വളരെ വലിയൊരു ത്രെട്ടനിങ് ആണ് അത്. എക്സ്ട്രീം ത്രെട്ടനിങ് ആണ്. ഇതിനെ മാറ്റാനുള്ള ഒരേ ഒരു വഴി നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് മനസ്സിലാക്കണം, നമ്മുടെ രാജ്യമാണ് മറ്റെന്തിനെക്കാട്ടി നമുക്ക് വലുത്. നമ്മുടെ രാജ്യം, അതിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റൊരുത്തിനെ ഹാം ചെയ്യരുത്. വി ഷുഡ് സ്റ്റാൻഡ് ഫോർ അവർ കൺട്രി. എനിക്ക് ഫ്രാൻസിൽ ഉണ്ടാക്കിയ ഒരു ഡ്രസ്സ് ഇടാം, എനിക്ക് വേണമെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടാക്കിയ ഒരു ഷൂ ഇടാം, എനിക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ ഒരു ക്യാപ്പ് ഇടാം, പക്ഷെ ഞാൻ ഇന്ത്യൻ ആയിരിക്കണം. ഐ ഷുഡ് ഓൾവേസ് റിമൈൻ ആസ് എ ഇന്ത്യൻ. ദാറ്റ്സ് മൈ പോയിന്റ്. എന്റെ സംഘിക്കുട്ട, നീ ഫ്രാൻസിന്റെ ഷർട്ടും ജർമ്മനിന്റെ പേന്റ് ഇട്ടാലുണ്ടല്ല, നിന്റെ പേന്റിന്റെ ഇടയിലുള്ള സംഖ്യയുടെ കാവി ട്രൗസർ ഉണ്ടല്ല, അത് തെളിഞ്ഞിങ്ങനെ കാണുന്നുണ്ട് എന്റെ സംഘിക്കുട്ട. പിന്നെ നീ പറഞ്ഞതുപോലെ സംഘികൾ കുഞ്ഞുനാളിലെ രാജ്യസ്നേഹം പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ബാക്കിയുള്ള നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഈ രാജ്യസ്നേഹം പഠിക്കേണ്ട ആവശ്യമില്ല എന്റെ സംഘിക്കുട്ട. കാരണം ജനിക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ടല്ല ആ രാജ്യസ്നേഹം അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടല്ല ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് നടക്കാതിരിക്കുന്നത്. പക്ഷെ സംഖ്യക്ക് അതിൽ സംശയമുണ്ട്, അവർ രാജ്യസ്നേഹിയാണെന്ന് ഭയങ്കരമായ സംശയമുണ്ട്. അതുകൊണ്ടാണ് അവർ ഓരോ മണിക്കൂർ ഇടവിട്ടും രാജ്യസ്നേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിന്നെ അടക്കമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ സംഘിക്കുട്ട. അതുകൊണ്ട് മോനെ സംഘിക്കുട്ട, ഒരറിവുമില്ലാണ്ട് ഈ വൈറ്റ് കോളർ ടെററിസത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴല്ല, അതിൽ ആദ്യത്തെ പ്രതികൾ സംഘികളാണെന്നുള്ള ബോധം കൂടി വേണം കേട്ടോ. പിന്നെ മോൻ ഈ ഡോക്ടർമാരെ കാണുമ്പോഴൊക്കെ തീവ്രവാദികളാണെന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ടല്ല, അത് വലിയൊരു രോഗമാണ് സംഘിക്കുട്ട. അതൊരു ഡോക്ടർ ചികിത്സിച്ചാലും മാറില്ലട്ടാ. അതിനുണ്ടല്ല തലയിൽ ചാണകം മാറ്റിട്ട് നല്ല വിവരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. ഈ സംഖ്യ ആയതുകൊണ്ട് ആ തലയിലെ ചാണകം മാറൂല്ല, വിവരം എന്ന് പറഞ്ഞ സാധനം നിന്റെ 7 അയലത്ത് വരൂല്ല. അതായത് നീ സംഖ്യ ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല, നിന്റെ മനസ്സിൽ നന്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്നിൽ നിന്നൊന്നും ഭാവിയിൽ നമ്മുടെ ഇന്ത്യ ഒന്നും നല്ലതായിട്ടുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോ ഈ വൈറ്റ് കോളർ സംഘിക്കുട്ടനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.